നിങ്ങൾ എന്തൊക്കെ മുടക്കിയാലും എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ വരും മന്ത്രി വരും. എന്താ കാര്യങ്ങൾ ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. പ്ലാനിങ് മുഴുവനും പോയിക്കാൻ നമുക്ക് പ്ലാൻ ബി സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങള് ഞങ്ങളുടെ അടുത്ത പ്ലാൻ എടുക്കാൻ പോവാം. തുടങ്ങിയോ? അയ്യോ, 1-ാം തീയതി ബിവറേജ് തുറക്കുക. എന്താണ് ഇത്? 1-ാം തീയതി ബിവറേജ് തുറന്ന് പ്രവർത്തിക്കുക. 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 ബിവറേജിന് അവധി കൊടുക്കാതിരിക്കുക. ബിവറേജിന് അവധി കൊടുക്കാതിരിക്കുക. മനസ്സിലാവും. അങ്ങോട്ട് പോവല്ലേ, സന്തോഷിക്കല്ലേ? അല്ല, അത് കൈയടിച്ചത് അതാണ് കൈയടിച്ച് കൊടുക്കരുത്. നിങ്ങൾ പോക്കേണ്ടപ്പോ മനസ്സിലായി സന്തോഷിച്ചാണ് പോണെന്ന്. ഇത്ര നേരം അവളുമാര് നിർത്തണമെന്നാണോ പറഞ്ഞു? അതെ. എന്തുകൊണ്ടായിരിക്കും നിർത്തണ്ടെന്ന് പറയാൻ കാര്യം? എന്തോ നിഗൂഢതയുണ്ട്. നിഗൂഢത CBI അന്വേഷിക്കുക. 1-ാം തീയതി ബിവറേജ് തുറക്കാൻ നിങ്ങൾ സമരം ചെയ്യേണ്ട കാര്യം എന്തുവാ? അതെ, ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് നിവരാൻ പോണില്ല. അതുപോലെ തന്നെയാ നിങ്ങൾ കുടിയന്മാരുടെ കാര്യം. നിങ്ങൾ കുടി ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. അതെന്താ? 1-ാം തീയതി ബിവറേജ് അടക്കുമല്ല. അപ്പൊ നിങ്ങൾ എവിടെ പോയാ കള്ള് മേടിക്കാറ്? അല്ലേ, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ബ്ലാക്കിന് മേടിക്കും. ബ്ലാക്കിന് മേടിക്കും. 500 രൂപയുടെ സാധനം നിങ്ങൾ എത്ര രൂപയ്ക്കാ മേടിക്കുന്നത്? 3000 രൂപയ്ക്ക് മേടിക്കും. അപ്പൊ 2500 രൂപ കൂടുതലല്ലേ കൊടുക്കുന്നത്? ആ പൈസ നമ്മുടെ കുടുംബത്തിലോട്ട് വരേണ്ടതല്ലേ? 1-ാം തീയതി ബിവറേജ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ബിവറേജ് വരട്ടെ. 2500 രൂപ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ കിടക്കുമല്ലോ. ബിവറേജ് വരട്ടെ. ഈ അവധിയുള്ള ദിവസം ഏറ്റവും കൂടുതൽ പൈസ വേണം. അത് അവർക്ക് മനസ്സിലായി. ടെസ്റ്റ് നമ്മളിങ്ങനെ 2 നിൽക്കേണ്ടവരല്ല. നമ്മൾ ഒന്നായി ഒറ്റക്കെട്ടായി ഈ കേരളത്തിൽ നിൽക്കേണ്ടവരാണ്. ബിവറേജിന് അവധി വേണ്ടെന്ന് വെളിയങ്ങോട്ട്. 1-ാം തീയതി ബിവറേജിന് അവധി വേണ്ട.